ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്കാരം. ആരിലും വെറുപ്പോ വിദ്വേഷമോ ജനിപ്പിക്കാതെ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ മഹാത്മാവാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. അത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തു ജീവിക്കുന്ന ശ്രീനാരായണ ഗുരുദേവനല്ലാതെ മറ്റാരുമല്ല. ദീനബന്ധു CF ആൻഡ്രൂസിൻ്റെ വരികളാണിവ. കാലത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ആവശ്യമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ്റെ ജനനം. തിരുവനന്തപുരം ജില്ലയിൽ ചെമ്പഴന്തി എന്ന ഗ്രാമത്തിൽ വയൽവാരം വീട്ടിൽ മാടനാശാൻ്റെയും കുട്ടിയമ്മയുടെയും മകനായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത്. 1856 ഓഗസ്റ്റ് 20 ശ്രീനാരായണ ഗുരുദേവൻ്റെ ജനനം. പരിത്രാണായ സാധൂനാ വിനാശായ ച ദുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഞാൻ ധർമ്മത്തെ നിലനിർത്തുന്നതിനായി ഞാൻ യുഗങ്ങൾ തോറും അവതരിക്കുമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ ധർമ്മത്തെ നിലനിർത്താൻ അവതരിച്ച സാക്ഷാൽ അവതാരമൂർത്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. ജനിച്ചപ്പോൾ കരയാതെ ഇരുന്ന കുഞ്ഞ് ഇന്ന് ലോകത്തിന് തന്നെ വെളിച്ചമായി മാറി. 1888 അരിപ്പുറം പ്രതിഷ്ഠയിലൂടെ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവായി മാറി. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജാതി, മതം, വർഗം, വർണ്ണം, ലിംഗം എന്നീ ഭേദങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും മനുഷ്യനായി കണ്ട ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിനകത്തും പുറത്തുമായി അനവധി ക്ഷേത്രങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം. മദ്യം വിഷമാണ്. അതുണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് ഇന്ന് ഗുരുദേവ സന്ദേശങ്ങൾ മനുഷ്യരാശി ഏകീകരിക്കാനുള്ള മന്ത്രധ്വനികളാണ്. കൂട്ടുകാരെ, ഈ അവസരത്തിൽ ഗുരുദേവ സന്ദേശങ്ങൾ പ്രാവർത്തികമാക്കുവാൻ നമുക്കും കൈകോർക്കാം. കഠോപനിഷത്തിൽ പറയുന്നത് പോലെ ഉദ്ദിഷ്ടത ജാഗ്രത, പ്രാപ്തി വരാൻ നിബോധിത. ഇനിയെങ്കിലും ഉണരുക, എഴുന്നേൽക്കുക, ഇഷ്ടലക്ഷ്യത്തിലെത്തും വരെ നിൽക്കാതിരിക്കുക. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. സ്നേഹപൂർവ്വം ദേവപാല.